ഹയർ സെക്കൻഡറി അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി വളരെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നു, ഒപ്പം കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ് അഡ്മിഷനും നടക്കുന്നു. ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തവരിവിടെ ഉണ്ട്. അവരെന്താണ് ചെയ്യേണ്ടത്? പെർമനൻ്റ് ആയ അഡ്മിഷൻ ഇനി ലഭിച്ചിട്ടില്ലാത്തവർ ഇനി ഏത് രൂപത്തിലാണ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യേണ്ടത് എല്ലാം നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് സെക്കൻഡ് അലോട്ട്മെൻ്റ് ആണ് വരുന്നത്. ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നേരത്തെ SC/ST വിഭാഗത്തിലെ മറ്റൊക്കെ ഉള്ള കോട്ടകളൊക്കെ മെർജ് ചെയ്ത് OEC-യിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് അലോട്ട്മെൻറ്റ് വരുന്നത്. കുറേ പേർക്ക് അഡ്മിഷൻ കിട്ടും. ഇപ്പോൾ ടെമ്പററി ആയിട്ട് ഏതെങ്കിലും സ്കൂളിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതാത് സ്കൂളുകളിൽ പോയിട്ട് സർട്ടിഫിക്കറ്റ് മേടിച്ച് നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള സ്കൂളിൽ പോയി ചേരണം. അതാണ് അതിൻ്റെ വഴി. എന്നാൽ ഇതേ സമയത്ത് തന്നെ കമ്മ്യൂണിറ്റി അഡ്മിഷൻ നടക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റി സ്കൂളുകളിൽ അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് അവർ ആ ആപ്ലിക്കേഷൻ കൊടുത്തവരുടെ റാങ്ക് ലിസ്റ്റ് അതാത് സ്കൂളുകളിലാണ് പബ്ലിഷ് ചെയ്യുന്നത്. അതോടൊപ്പം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ, അതായത് HSCAPൽ നമുക്ക് സെർച്ച് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ അഡ്മിഷൻ എടുക്കുന്നു എവിടെ? കമ്മ്യൂണിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്കും ഈ 10-11 തീയതികളിൽ അഡ്മിഷൻ എടുക്കാം. സമാനമായി മാനേജ്മെൻറ്റിലും അഡ്മിഷൻ നേടിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം, കഴിഞ്ഞ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫുൾ A+ കിട്ടിയ പല കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ആവാത്ത വിദ്യാർത്ഥികൾ, തീരെ ടെമ്പററി ആയിട്ടില്ല, നേരത്തെ അലോട്ട്മെൻറ്റും ആയിട്ടില്ലെങ്കിൽ അവർ വെയിറ്റ് ചെയ്യണം. തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് വെയിറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് നിങ്ങളൊന്നും ചെയ്യാനില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യാനുള്ളത്. എന്നാൽ ടെമ്പററി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ അവർക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിലേക്ക് അവർ മാറി ചേരണം. ഈ ടെമ്പററി ആയിട്ട് ഇവിടെ നിൽക്കാൻ വേണ്ടി പാടില്ല, നിർബന്ധമായിട്ട് സർട്ടിഫിക്കറ്റ് മേടിച്ച് ചേരണം. ഇനി മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുള്ളത്, ഈ 3ാം ഘട്ട അലോട്ട്മെൻറ്റോട് കൂടിയിട്ട് കുറേ ആളുകൾക്ക് അഡ്മിഷൻ കിട്ടി പൂർണ്ണമാകാനുള്ള സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം സപ്ലിമെൻ്ററി മറ്റിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. അവിടെ നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സുണ്ട്. അഡ്മിഷൻ പ്രോസസ്സും അലോട്ട്മെൻറ്റിന് വേണ്ടി നമ്മൾ ആപ്ലിക്കേഷൻ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. നമ്മൾ അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കൃത്യമായി നിങ്ങൾക്ക് ടെമ്പററി ആണോ കിട്ടിയത് അല്ലെങ്കിൽ പെർമനൻ്റ് ആണോ എന്ന് ഉറപ്പ് വരുത്തുക. അല്ല, ടെമ്പററി അല്ല, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ വന്നിട്ടില്ല എങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി പ്രോസസ്സ് ചെയ്തവർ അതിൻ്റെ അലോട്ട്മെൻറ്റും മാനേജ്മെൻറ്റിൻ്റെയും അലോട്ട്മെൻറ്റ് സ്വീകരിക്കുക. അല്ലാത്ത പക്ഷം ഒരുപാട് വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്നുണ്ട്. അവർക്കുള്ള അവസരമാണ് നഷ്ടപ്പെടുക.